നമസ്കാരം. വയനാട് ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ ഒന്നടങ്കം നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കിയപ്പോൾ പ്രതിഷ്ഠിത വരൻ ജെൻസനും വിടവാങ്ങിയിരിക്കുകയാണ്. ശ്രുതിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ കുഴങ്ങുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉരുൾപൊട്ടൽ തട്ടിയെടുത്തപ്പോൾ ശ്രുതിക്ക് കരുത്തായി നിന്നത് ജെൻസനായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ജെൻസൻ്റെ വേർപാടിനെ ശ്രുതി എങ്ങനെ മറികടക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പോൾ ജെയ്സൻ്റെ വേർപാടിൽ വേദന പങ്കുവച്ചിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി. ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ജെൻസൻ്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു. ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസൻ്റെ പ്രിയപ്പെട്ടവർക്കും. മമ്മൂട്ടി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നിന് സമീപം സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും ഇന്നലെ രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ. അമ്പലവയൽ സ്വദേശിയാണ്. അപകടത്തിൽ ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരെ കൂടാതെ ശ്രുതിയുടെ കുടുംബത്തിലെ 9 പേർ മരിച്ചിരുന്നു. കോഴിക്കോട് ജോലി സ്ഥലത്തായിരുന്നത് കൊണ്ടാണ് ശ്രുതി അപകടത്തിൽപ്പെടാതെ അന്ന് രക്ഷപ്പെട്ടത്. ശ്രുതിക്ക് ആശ്വാസവാക്കുകളുമായി കേരള ജനത ഒന്നടങ്കം ഇപ്പോൾ മുന്നോട്ടെത്തുകയാണ്. അതിൻ്റെ കൂടി മികച്ച ഉദാഹരണമാണ് മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടിയുടെ ഈ ആശ്വാസ വചനങ്ങൾ. ശ്രുതിയെ സംബന്ധിച്ച് ഒരിക്കലും ആശ്വാസവചനങ്ങളൊന്നും തീർത്തും പരിഹാരമാകില്ല എങ്കിൽ പോലും കേരളം ആ കുട്ടിയോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ട ജനങ്ങളും ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്ക് നല്ലത് വരട്ടെ എന്ന രീതിയിൽ എല്ലാവരും അത്തരത്തിൽ ചിന്തകൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ശ്രുതിയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നാട് ഒന്നടങ്കമാണ് കഴിഞ്ഞ ദിവസം ജെൻസന് വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രാർത്ഥനകൾ വിഫലമായി പോയി എങ്കിലും ഇനി അങ്ങോട്ടുള്ള ശ്രുതിയുടെ ജീവിതത്തിന് എല്ലാ താങ്ങും തണലും നൽകാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ ജനങ്ങൾ.